എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ഇങ്ങനെയാണ്. ജൂലൈ പെൻഷൻ വിതരണം 2000-ന് ശേഷം ഓഗസ്റ്റ് പെൻഷൻ 4000 രൂപ ലഭിക്കും. ഈ 2 മാസത്തിനിടയ്ക്ക് 6000 രൂപയാണ് ഇനി എത്തിച്ചേരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷത്തിൽ മുൻകൂറായി 1 മാസത്തെ പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് സൂചനകൾ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനം വീണ്ടും കടമെടുത്തു. കഴിഞ്ഞ ദിവസമാണ് 1800 കോടി രൂപ കടമെടുത്തത്. ഇതിനു വേണ്ടിയിട്ടുള്ള കടപ്പത്രം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ജൂലൈ 7-ാം തീയതിയാണ് 1800 കോടി രൂപ കടമെടുത്തിട്ടുള്ളത്. വിവിധ ഭരണപരമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക കടമെടുത്തിട്ടുള്ളത്. 21-ാം തീയതി ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ടാകും. അതായിരിക്കും ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ്. അതിനുശേഷം തുക വിതരണം നടക്കുകയും ചെയ്യും. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 23, 24 തീയതികളിലായി എത്തിച്ചേരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ വിതരണം ആരംഭിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ഓഗസ്റ്റ് 5-ന് മുമ്പ് എല്ലാവർക്കും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്ന 4000 രൂപ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷമായതിനാൽ തന്നെ മുൻകൂറായി അഡ്വാൻസായി 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സാധ്യതയുണ്ട്. 1 മാസത്തേത് അഡ്വാൻസായും ഓഗസ്റ്റ് മാസത്തേതും ചേർത്ത് 4000 രൂപ ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈയിലേക്കും എത്തിച്ചേരുന്നതാണ്. അതേസമയം അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കാര്യത്തിൽ തീരുമാനമാകുമോ എന്ന് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അടുത്ത ബജറ്റ് വരെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പാണ് ഭൂരിഭാഗം ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയുണ്ട്. പിണറായി സർക്കാരിന്റെ അവസാന സമയത്തും ഉണ്ടായിരുന്നതുപോലെ തന്നെയാണ്. അവസാന സമയങ്ങളിൽ പെൻഷൻ കുടിശ്ശിക 2-3 മാസങ്ങളിലായി വന്നു. അത് ഈ ഒരു സമയത്തും തുടരുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം സഭാ സമ്മേളനത്തിൽ വെച്ച് ഇതിനൊരു സബ്മിഷൻ അവതരിപ്പിക്കുകയും പ്രവാസി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയും പെൻഷൻ വർധനവ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അനുഭാവപൂർവ്വം അത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മുടങ്ങുന്നത് കാര്യമാക്കേണ്ട, കൃത്യമായിട്ട് അത് ലഭിക്കുകയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യമാണ് കഷ്ടം. 16 മാസത്തിലധികമാണ് കുടിശ്ശികയുള്ളത്. അത് ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ്. UDF സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് 2000 കോടിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ക്ഷേമ ബോർഡായിരുന്നു പ്രവാസി ക്ഷേമ ബോർഡ്. എല്ലാ മാസവും ആദ്യത്തിൽ പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. 1-ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ അക്കൗണ്ടുകളിൽ നിന്നും കടമെടുക്കുകയും പിന്നീട് ആ തുക തിരിച്ചു വെക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. പിന്നീട് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. ഭീമമായിട്ടുള്ള തുക സെസ് പിരിക്കുന്നുണ്ട് എങ്കിലും നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൃത്യമായി കുടിശ്ശിക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, വരും മാസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറങ്ങുകയും വീടുകളിലൂടെ പരിശോധന നടത്തുകയും ചെയ്യും. കൃത്യമായ പരിശോധന നടത്തുമ്പോൾ അനർഹരാണ് എന്ന് കണ്ടെത്തിയവരെ ഒഴിവാക്കുകയും കൂടുതൽ അർഹർക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. AC, ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും വീട്ടിലെ ചെറിയ കാറും 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടിൽ ചെറിയ ഇളവുകളും ഏക്കറിലധികം ഭൂമിക്കും ഇളവുകൾ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത സാഹചര്യം കൂടി കണക്കിലെടുത്താകും ഇനി ക്ഷേമ പെൻഷൻ ഭാവിയിൽ അനുവദിക്കുക എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ.